You all are sitting here to hear something about thy kingdom come. നിന്റെ രാജ്യം വരേണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി കാര്യങ്ങൾ കേൾക്കുന്നതിനായി ജാഗ്രതയോടുകൂടെ ഇരിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ എൻ്റെ മുൻപിൽ കാണുന്നു. You know whose kingdom you want in this world? നിങ്ങൾക്ക് ഏത് രാജ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Whose kingdom you want in your diocese? നിങ്ങളുടെ ഭദ്രാസനത്തിൽ ഡയോസിസിൽ എന്ത് രാജ്യമാണ് ആഗ്രഹിക്കുന്നത്? Whose kingdom you want in your synod? നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഏത് രാജ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Every day I pray, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു, Lord, let synod be your kingdom. നിന്റെ രാജ്യം വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ I പ്രാർത്ഥന. want the synod to be God's kingdom. ഞാൻ ദൈവത്തിന്റെ രാജ്യം വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. A kingdom where there is no corruption. ഒരു രാജ്യത്തിൽ ഒരിക്കലും അതിക്രമങ്ങളും അനീതിയും അല്ലെങ്കിൽ അഴിമതിയുമില്ല. Where there is unrighteousness. അവിടെ അനീതിയില്ല, നീതികേടില്ല. No unrighteousness there. ആ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള നീതി നിഷേധമില്ല. No darkness should ever prevail there. ആ രാജ്യത്ത് ഒരിക്കലും അന്ധകാരമില്ല. Wherever there is God's kingdom, ദൈവരാജ്യത്തിൽ devil will run away. അവിടെ എപ്പോഴും നമ്മൾ കാണേണ്ടതായിട്ടുള്ള Powers of evil will not be there. ആരും അവിടെ അന്യരായിട്ടുണ്ടാവുകയില്ല. The evil spirits will be chased away. അങ്ങനെയുള്ള ഈ ചീത്ത ആത്മാക്കളെ എല്ലാം ഓടിക്കുന്നതായിട്ടുള്ള No evil things will happen there. അവിടെ യാതൊരു തിന്മകളും സംഭവിക്കുകയില്ല. That's why every day I pray. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, Lord, I want synod to be God's kingdom. കർത്താവേ, നിന്റെ രാജ്യം വരേണമേ എന്നത്. My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, this year the theme is thy kingdom come. ഈ വർഷത്തെ പ്രത്യേകമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നിന്റെ രാജ്യം വരേണമേ എന്നുള്ളതാണ്. Imagine times of Jesus. യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള രാജ്യം. Oh, the people were thinking about. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. We do not want the Roman kingdom. നമ്മൾ ആരും റോമ സാമ്രാജ്യം അല്ല ആഗ്രഹിക്കുന്നത്. We do not want Herod's kingdom. ഹെരോദാവിന്റെ രാജ്യമല്ല നാം ആഗ്രഹിക്കുന്നത്. Oh, they were thinking of having, God's kingdom. അങ്ങനെയുള്ള പ്രത്യേകമായ രാജാക്കന്മാരുടെ രാജ്യങ്ങളെ അല്ല ആഗ്രഹിക്കുന്നത്. But not the way God wants it. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. Not the kingdom according to God's will. ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള രാജ്യം. The Jews wanted according to their will God's kingdom. യഹൂദന്മാർ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമല്ല അവരുടെ ഇഷ്ടപ്രകാരമുള്ള രാജ്യം ആഗ്രഹിച്ചു. Oh, many of you might be also thinking like that. ഒരുപക്ഷേ നിങ്ങളിൽ ചിലരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകാം. We want God's kingdom but according to our will. നമ്മളുടെ ഹിതമനുസരിച്ചുള്ള ദൈവരാജ്യമല്ല നാം ആഗ്രഹിക്കുന്നത്. According to our wish. നമ്മളുടെ താല്പര്യമനുസരിച്ചല്ല. Oh, that's what many of us expect God's kingdom to be like that. എന്നാൽ പല ആളുകളും ദൈവരാജ്യത്തെ ആ മട്ടിലാണ് കാണുന്നത്. Not according to your wish. നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള രാജ്യമല്ല. Let God's kingdom come according to his wish. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടട്ടെ. Sometimes my mother always used to tell me, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. Son, never think about your will to be established. മകനെ, നീ ഒരിക്കലും നിന്റെ ഹിതം സ്ഥാപിച്ചു കിട്ടാനായി ആഗ്രഹിക്കരുത്. Never allow your wish to be done in your life. എപ്പോഴും നിന്റെ ആഗ്രഹം തന്നെ സാധിക്കണം എന്ന് നീ ആഗ്രഹിക്കരുത്. Sometimes your will, പലപ്പോഴും നമ്മളുടെ ആഗ്രഹം, sometimes your wish നമ്മളുടേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ may land you up into problems. അത് പലപ്പോഴും പല പ്രതിസന്ധികളിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു എന്ന് വന്നേക്കാം. Sometimes you may be disturbed. നമ്മൾ പലപ്പോഴും അസ്വസ്ഥരായി എന്ന് വന്നേക്കാം. Sometimes you may feel bad. നമ്മൾ വല്ലാതെ വേദനിച്ചു എന്ന് വന്നേക്കാം. But God's kingdom, ദൈവത്തിന്റെ രാജ്യം, according to his will in your life, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ, that is the best in your life. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മേന്മയായിട്ടുള്ളത്. Because you are a God's child. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. Because you are a consecrated child. നാം എല്ലാം അഭിഷേകം ചെയ്യപ്പെട്ടവരായ ദൈവ മക്കളാണ്. Jesus to fulfill his wish. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം നിവർത്തിക്കാൻ നാം അത് കടപ്പെട്ടവരാണ്. And my mother always said, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞു, my son, എൻ്റെ മകനെ, ask Jesus to bless your diocese as a kingdom of God. ദൈവം നിന്റെ ഡയോസിസിനെ
ദൈവരാജ്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. In Church of South India, CSI സഭയെ കുറിച്ചാണല്ലോ. my diocese is a remote village diocese. എൻ്റെ ഡയോസിസ് വളരെ ഒരു ഉൾഗ്രാമ പ്രദേശത്താണ്. Because of the remote diocese, South Kerala diocese has started mission field in Etunagaram some decades back. അനേക ദശാബ്ദങ്ങൾക്ക് മുൻപ് ദക്ഷിണ കേരള മഹാസഭ അവിടെയൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എൻ്റെ ഡയോസിസ് അങ്ങനെ വളരെ ഉള്ളിൽ ഉള്ള ഒരു ഗ്രാമത്തിലാണ് പ്രവർത്തിക്കുന്നത്. Because it is a rural diocese. അതാണ് അത് പ്രത്യേക ഭരണാധികാരികളുള്ള ഒരു പ്രത്യേക ഒരു ഡയോസിസ്. Madhya Kerala diocese has started mission fields there. മധ്യ കേരള ഡയോസിസ് അവിടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. And when Christopher Ajamachar Tirumeni was a general secretary of NMSI, he became a partner of Karimnagar diocese. നാഷണൽ മിഷണറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയായി അഭിമന്യ കന്യാകുമാരി ബിഷപ്പ് ഇരുന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകമായി ജാംനഗറിൽ ഒരു ഡയോസിസ് സ്ഥാപിച്ചു. God is blessing Karimnagar diocese. കരീംനഗർ ഡയോസിസിനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Because God has turned that into His kingdom. എന്തുകൊണ്ടെന്നാൽ ദൈവം അവൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. Because God blessed it as a God's kingdom. ദൈവരാജ്യമായി അതിനെ ദൈവം അനുഗ്രഹിച്ചു. A dusty bishop. ഈ ഒരു സാഹചര്യത്തിൽ ബിഷപ്പായി The അനുഗ്രഹിച്ചു. dust of the roads of rural villages. നമുക്ക് നല്ല റോഡുകളും അതുപോലെ ഈ ഉൾഗ്രാമങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. A person who inhales the dust of the rural villages. ഈ ഭരണാധികാരികളുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കാനായി അവസരമുണ്ടായി. A bishop who always moves with the rural poor people. ഈ ഭരണാധികാരികളുടെ അകമ്പടിയോടുകൂടെ എപ്പോഴും നടന്ന ആളുകളുടെ മധ്യത്തിൽ How could this person become the moderator? എങ്ങനെ ഈ മനുഷ്യൻ ഒരു മോഡറേറ്ററായി എന്ന് പല ആളുകളും The സംശയിച്ചു. poorest diocese in Church of South India. ഈ ദക്ഷിണേന്ത്യയിലെ വളരെ ചെറിയതായിട്ടുള്ള ഒരു ഡയോസിസ്. Because it is God's kingdom. കാരണം അത് ദൈവത്തിൻ്റെ രാജ്യം ആണ് എന്നുള്ളതാണ്. We are poor in economically. ഞങ്ങൾ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലാണ്. But we are not poor in spiritually. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും ദരിദ്രരല്ല. Every day prayers keep going. എല്ലാ ദിവസവും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. That is what kingdom of God is. അതാണ് ദൈവരാജ്യം എന്നത്. Where God's kingdom is there, അവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. there is always praises. അവിടെ എപ്പോഴും മഹത്വവും സ്തുതിയുമുണ്ട്. As not only in heaven the angels sing all the time hallelujah. മാലാഖമാർ എല്ലാ സമയവും പറയുന്നത് പോലെ ഹല്ലേലൂയ പറയുന്ന അനുഭവത്തിൽ When you make your diocese as God's kingdom, ദൈവത്തിന്റെ രാജ്യമായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും രൂപാന്തരപ്പെടുമ്പോൾ I think the convention committee might have thought and were led by the Holy Spirit to keep this theme, thy kingdom come. കൺവെൻഷൻ കമ്മിറ്റികൾ ആവർത്തിച്ച് ഒരുപക്ഷെ പ്രാർത്ഥിച്ച് കണ്ടെത്തിയതായിട്ടുള്ള ഒരു വലിയ വിഷയമാണല്ലോ ദൈവരാജ്യം വരയണമേ എന്നത്. That's the reason why today South Kerala diocese is at peace. അതുകൊണ്ടാണ് ദക്ഷിണ കേരള ഡയോസിസ് സമാധാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. The diocese is able to have a convention. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായ രീതിയിൽ കൺവെൻഷൻ യോഗം സംഘടിപ്പിക്കാൻ കഴിയുന്നത്. This itself shows to the whole world. ഇത് ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കുന്ന വലിയ ഒരു കാഴ്ചയാണ്. In spite of so many problems, എന്തെല്ലാം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും we still love to grow in Jesus Christ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. Because South Kerala diocese is the kingdom of God. ദക്ഷിണ കേരള ഡയോസിസ് എന്നത് ദൈവരാജ്യമാണ്. No amount of problems could destroy this diocese. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഭദ്രാസനത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയില്ല. No amount of devil activities could destroy this diocese. സാത്താന്റെ യാതൊരു പ്രവൃത്തികളും ഈ ഭദ്രാസനത്തെ ദോഷകരമായി ബാധിക്കുകയില്ല. Why? എന്തുകൊണ്ട്? Because this is kingdom of God. കാരണം ഇത് ദൈവരാജ്യമാണ്. Be assured, my dear brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, South Kerala diocese is the kingdom of God. ദക്ഷിണ കേരള ഡയോസിസ് ദൈവത്തിന്റെ രാജ്യമാണ്.
This kingdom of God, nobody can ever destroy it. ഈ ദൈവരാജ്യം ആർക്കും തന്നെ നശിപ്പിക്കാനായി സാധ്യമല്ല. But you can see this dice is growing from heights to heights. ഈ ഭദ്രാസനം വളർന്ന് വളർന്ന് ഉയരത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ From സാധിക്കും. glory to glory. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുന്നു. From peace to peace. സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് പോകുന്നു. What a blessed diocese you are. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭദ്രാസനമാണ്. Pastors, സുവിശേഷകർ, what a joy to see you all this night. ഇന്ന് രാത്രിയിൽ നിങ്ങളെയൊക്കെ കാണുന്നത് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. I feel as though angels have come down from heaven. സ്വർഗത്തിൽ നിന്നും മാലാഖമാർ വന്നതുപോലെ എനിക്ക് You തോന്നുന്നു. all are making this diocese to go peacefully. ഈ ഭദ്രാസനം വളരെ സമാധാനപരമായി വളർന്നു വരുവാൻ നിങ്ങളൊക്കെ My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, your prayers are making this diocese to continue to be as a kingdom of God. ഇത് ദൈവരാജ്യമായി തുടരുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും പ്രയോജനം ചെയ്യും. The Lord Jesus tells കർത്താവായ യേശു in ക്രിസ്തു പറയുന്നു, 2026, 2026 this South Kerala diocese will extend its kingdom of God still more and more. ഈ സൗത്ത് കേരള ഡയോസിസ് ദൈവരാജ്യം കൂടുതൽ വിസ്തൃതിയിലേക്ക് വളർത്തുവാൻ പ്രേരിതരാകും. The kingdom of God will be extended ദൈവരാജ്യം വളരെ വളർന്നു വലുതാകും. because this is a living diocese. കാരണം ഇതാണ് ഇതിന്റെ ജീവിക്കുന്നതായിട്ടുള്ള Kingdom ദൃഷ്ടാന്തങ്ങൾ. of God is always a living diocese. ദൈവം എപ്പോഴും ജീവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പകരുന്നു. Because our Lord is a living God. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. Wherever there is a kingdom of God, അങ്ങനെയുള്ളിടത്താണ് ദൈവത്തിന്റെ രാജ്യം. there is life. അവിടെ ജീവനുണ്ട്, There is life. അവിടെ ജീവനുണ്ട്, No death there. അവിടെ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളുമില്ല. My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി your സഹോദരൻ, diocese is living. നിങ്ങളുടെ ഭദ്രാസനം Because this is ജീവിക്കുന്നതാണ്. a kingdom of God. കാരണം ഇത് ദൈവത്തിന്റെ രാജ്യമാണ്. Your house is living. നിങ്ങളുടെ ഭവനങ്ങൾ വളരുന്ന ഭവനമാണ്. Your house has life, full of life. നിങ്ങളുടെ ഭവനത്തിൽ മുഴുവൻ ജീവനുണ്ട്. Because your house is a kingdom of God. കാരണം നിങ്ങളെല്ലാവരും I ദൈവരാജ്യത്തിൽ know there are some people doing business. പല കാര്യങ്ങളും പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് Your എനിക്കറിയാം. business is growing. നിങ്ങളുടെ വ്യവസായം, നിങ്ങളുടെ ജോലിയൊക്കെ Your വളരുകയാണ്. business is prospering. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഐശ്വര്യത്തോടുകൂടെ പോകും. Because your business is a kingdom of God. കാരണം നിങ്ങളുടെ പ്രവർത്തന രംഗം ദൈവത്തിന്റെ രാജ്യമാണ്. Because your business is prospering. കാരണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ജോലിയും ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് It വളരുകയാണ്. will be extended. അത് വളരെ വ്യാപകമാകാൻ പോവുകയാണ്. It will be extended. അത് വളരെ വലുതാകാൻ പോവുകയാണ്. If you really think about one person in Bible, നിങ്ങൾ ഒരു ആളിനെ കുറിച്ച് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ചിന്തിക്കുമ്പോൾ a person named by Jabez. ജാബേസ് എന്ന പേരുള്ള ആളിനെ കുറിച്ചാണ് What ഉദ്ദേശിച്ചത്. did he pray? അദ്ദേഹം എന്തു A ചെയ്തു? small prayer ഒരു ചെറിയ പ്രാർത്ഥന in the Bible. വേദപുസ്തകത്തിൽ, A simple prayer. ഒരു ചെറിയ ലളിതമായ പ്രാർത്ഥന He said, പ്രാർത്ഥിച്ചു. he asked 4 things to God. ദൈവത്തോട് 4 things. 4 കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. One thing he asked, ഒന്ന്, God, extend my territories. ദൈവമേ എൻ്റെ സാമ്രാജ്യം വളരെ വികസിപ്പിക്കണമേ. Extend my kingdom. എൻ്റെ സാമ്രാജ്യം വലുതാക്കണമേ. God said, I will bless you. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. Will not God bless you tonight? ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇന്ന് രാത്രിയിൽ വരുന്നു. Will he not extend your territories tonight? നിങ്ങളുടെ സാമ്രാജ്യം, നിങ്ങളുടെ പ്രവർത്തന മേഖല വിസ്തൃതമാകാൻ പോകുന്നു. God's kingdom will not remain the same. ദൈവത്തിന്റെ രാജ്യം ഒരിക്കലും ഇരുന്ന പടി ഇരിക്കുന്നതല്ല. God's kingdom keeps extending. ദൈവരാജ്യം എപ്പോഴും വ്യാപ്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. God's kingdom keeps prospering. ദൈവരാജ്യം എപ്പോഴും സമൃദ്ധിയിലേക്ക് പോകുന്നതാണ്. People will be added into his kingdom. ദൈവരാജ്യത്തിൽ ജനങ്ങൾ കൂടുതൽ ചേർക്കപ്പെടുന്നവരാണ്. Oh, many people will see wonders in God's kingdom. ദൈവരാജ്യത്തിൽ അനേക ആളുകൾ അത്ഭുതങ്ങൾ ദർശിക്കും. You might have failed to see God's miracle in some places. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഒരുപക്ഷേ നിങ്ങൾ കാണാൻ ഇടയായിട്ടില്ല എന്ന് വന്നേക്കാം. You might have failed to see miracles in some kind of occasions. ഏതെങ്കിലും പ്രത്യേകമായ സന്ദർഭത്തിൽ
ഉണ്ടായതായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോയി എന്ന് You വന്നേക്കാം. might have failed to get your tears wiped away in some places. ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മുടെ കണ്ണുകളുടെ കണ്ണുനീർ തുടച്ചതായിട്ടുള്ള കാര്യം You മറന്നുപോയിട്ടുണ്ടാകാം. might have failed to receive a healing in some places. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ അനുഭവിച്ചത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം. But you are going to receive them in God's kingdom. എന്നാൽ ദൈവരാജ്യത്തിൽ നാം അതെല്ലാം പ്രാപിക്കാൻ പോവുകയാണ്. God's kingdom is a place where you are going to be healed. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു സ്ഥലം നാം എല്ലാം സൗഖ്യമാക്കപ്പെടുന്ന Your സ്ഥലം. tears can be wiped away. നമ്മളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന The സാമ്രാജ്യം. bonds the devil has bound, it will be broken in God's kingdom. ദൈവരാജ്യത്തിൽ സാത്താന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തകർന്ന് തരിപ്പണമാക്കും. Oh, many wonders will take place in God's kingdom. അനേക അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിൽ സംഭവിക്കും. Ask Jesus, എല്ലാ Lord, ദൈവം കർത്താവേ, in my house, എന്റെ ഭവനത്തിൽ I want your kingdom. നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടണം. I want you to establish your kingdom. നിന്റെ രാജ്യം എന്റെ ഭവനത്തിൽ Please സ്ഥാപിക്കപ്പെടണം. establish your kingdom in my house. എന്റെ വീട്ടിൽ നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടണമേ. All these years, എല്ലാ വർഷങ്ങളിലും Lord, my house was full of darkness. കർത്താവേ, എന്റെ വീട് മുഴുവൻ അന്ധകാരത്തിലായിരുന്നു. Lot of devil activities were going in my house. സാത്താന്റെ പ്രവർത്തികൾ എന്റെ ഭവനത്തിൽ My നടക്കുന്നുണ്ടായിരുന്നു. strength was not enough to drive away them. എന്റെ ആരോഗ്യമോ ശക്തിയോ അതിനെ പായിക്കാൻ പര്യാപ്തമായിരുന്നില്ല. Many sleepless nights I had, Lord. അനേക രാത്രികൾ ഉറക്കമില്ലാതെ ഞാൻ ചെലവഴിച്ചു. Even last night I could not sleep, Jesus. എനിക്ക് കഴിഞ്ഞ രാത്രിയിലും വേണ്ട രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കർത്താവേ, Lord, turn my house into thy kingdom. കർത്താവേ, നീ എന്റെ ഭവനത്തെ നിന്റെ രാജ്യമാക്കണം. If you make my house as thy kingdom, എന്റെ ഭവനം നിന്റെ രാജ്യമാക്കി തീർക്കുമെങ്കിൽ, Lord, my house will become a heaven to me. കർത്താവേ, എന്റെ ഭവനം ഒരു സ്വർഗമായി രൂപാന്തരപ്പെടും. My drunkard husband will not come drunk to my house. കുടിയനായിട്ടുള്ള എന്റെ ഭർത്താവ് മദ്യപിച്ചുകൊണ്ട് വരികയില്ല. My children who ruined their lives will start beginning to build their lives. എന്റെ മക്കൾ അവരുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനായി We can പ്രയത്നിച്ചുകൊണ്ടിരിക്കും. see miracles in our house, Lord. അത്ഭുതങ്ങൾ എന്റെ ഭവനത്തിൽ സംഭവിക്കും. Please let thy kingdom come into my home. കർത്താവേ, നിന്റെ രാജ്യം എന്റെ ഭവനത്തിൽ വരയണമേ. My dear brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരി when you സഹോദരന്മാർ, are asking God to come with his kingdom, ദൈവത്തോട് അവന്റെ രാജ്യവുമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, when you want your house to be a God's kingdom, നിങ്ങളുടെ ഭവനങ്ങൾ ദൈവരാജ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, when you want your diocese to be a God's kingdom, നിങ്ങളുടെ ഡയോസിസ് ദൈവത്തിന്റെ രാജ്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, when you want your parish to be a God's kingdom, നിങ്ങളുടെ ഇടവക ദൈവത്തിന്റെ രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, are you prepared to say yes, Lord? നിങ്ങൾ ഉവ്വ് എന്ന് കർത്താവിനോട് പറയുവാൻ തയ്യാറാണോ? Are you prepared to enter into that kingdom? ആ സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you willing to enter into that kingdom? ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ മനസ്സുള്ളവരാണോ? To enter into that kingdom, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ you need something to do in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ കാണാൻ If തുടങ്ങും. you want to enter into that God's kingdom, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ you need to do something what we read from the gospel lesson from Luke chapter 19, 11 to 26. We have read something about that. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അല്പം മുമ്പ് നിങ്ങൾ വായിച്ചു കേട്ട പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. We see the master was coming back. ഒരു യജമാനൻ, കുലീനനായ മനുഷ്യൻ തിരിച്ചു വരുന്നു. He came back to his servants. അവൻ അവന്റെ ദാസന്മാരെ കാണുന്നു. To the servants to whom he gave one dinar. ആ ദാസന്മാർക്ക് പല അളവിൽ അവൻ വെള്ളി തൂക്കി കൊടുത്തതായി കാണുന്നു. 1 dinar was not simple money. ഒരു റാത്തൽ എന്ന വാക്കാണ് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. പൗണ്ട് എന്ന് പറയുന്ന കുറച്ചുകൂടെ മനസ്സിലാക്കാൻ In the കഴിയും. times of Jesus, അത് വലിയ തുകയാണ്. that was a very big money. അത് വലിയ തുകയാണ്. It was a large money. അത് കർത്താവിന്റെ പണമാണ്. And this master, ഈ യജമാനൻ he calls 10 of his servants അവന്റെ ദാസന്മാരെ വിളിച്ചു. and he gave one. അവർ ഓരോരുത്തർക്കായി കൊടുത്തു. He trusted his servants. അവൻ അവന്റെ ദാസന്മാരെ വിശ്വസിച്ചു. He believed his servants. അവന്റെ ദാസന്മാരിൽ അവൻ പൂർണ്ണ വിശ്വസ്തനായി കാണിച്ചു. And he gave them.
അവർക്ക് കൊടുത്തു. No conditions. യാതൊരു വ്യവസ്ഥകളും വെച്ചല്ല കൊടുത്തത്. He did not say do this. ഇത് ഇന്നത് ചെയ്യണം എന്ന് അവരോട് He പറഞ്ഞില്ല. did not say do that. അത് ചെയ്യണം എന്ന് പറഞ്ഞില്ല. He did not say anything. എന്തെങ്കിലും ചെയ്യണമെന്ന് അവരോട് He പറഞ്ഞില്ല. just gave it. അവൻ ദാസന്മാർക്ക് കൊടുത്തു. He did not take a bond. അവൻ ഒരു ഉടമ്പടിയൊന്നും അവരോട് വാങ്ങിയില്ല. He did not take a letter on something on the paper. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സമ്മതപത്രമോ ഒന്നും അവൻ എഴുതി He വാങ്ങിയില്ല. just trusted. അവൻ ദാസന്മാർക്ക് കൊടുത്തു. He believed these people are responsible people. അവൻ വിചാരിച്ചു അവന്റെ ദാസന്മാർ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കുമെന്ന്. He gave them and he went away. അവർക്ക് കൊടുത്തതിന് ശേഷം അവൻ മറ്റൊരു രാജ്യത്തേക്ക് പോയി. But one day he came back. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു. After some time he came back. കുറെ നാൾ കഴിഞ്ഞ് അവൻ മടങ്ങി വന്നു. You know, as you are asking, thy kingdom come. നിങ്ങൾ ദൈവരാജ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ Like that the owner came. അതുപോലെ തന്നെ അവൻ തിരിച്ചു വന്നു. When he came back, അവൻ തിരിച്ചു he വന്നപ്പോൾ called everybody. അവൻ ഈ ദാസന്മാരെ He എല്ലാവരെയും called വിളിച്ചു. one by one. ഓരോരുത്തരായി വിളിച്ചു. And he started asking, അവൻ എന്നിട്ട് അവരോട് ചോദിച്ചു, hey, what did you do with that I gave you? ഞാൻ തന്ന പണം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ആ ദാസനോട് And ചോദിച്ചു. you all know the story. നിങ്ങൾക്കറിയാമല്ലോ കഥ. The first one said, ഒന്നാമത്തെ ദാസൻ പറഞ്ഞു, yeah, you gave me one, നിങ്ങൾ എനിക്ക് ഒരു റാത്തൽ തന്നല്ലോ, but I earned 10. എനിക്ക് 5 റാത്തൽ തന്നു, ഞാനത് 10 വർദ്ധിപ്പിച്ചു. I made it 10. ഞാനത് 10 വർദ്ധിപ്പിച്ചു. Many times I tell my pastors, ഞാൻ പലപ്പോഴും എൻ്റെ യജമാന്മാരോട് പറയുന്നത് പോലെ, after 5 years when they come back 5 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ and they say, Bishop, transfer me. ബിഷപ്പ് എന്നെ ഒന്ന് സ്ഥലം മാറ്റണമേ. Or some pastors after 3 years they come and ask me, Pastor, transfer me. Bishop, transfer me. ചിലർ പാസ്റ്റർമാർ വന്ന് പറയും, തിരുമേനി എന്നെ ഒന്ന് സ്ഥലം മാറ്റണമേ, 3 വർഷം കഴിഞ്ഞു. I asked, 3 years, what did you do? അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു? Yeah, Bishop, all the assessment that you wanted me to pay, I paid you. ഞാൻ എന്തെല്ലാം തരത്തിലുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അങ്ങേക്ക് തരേണ്ടത്, അതെല്ലാം തന്നിട്ടുണ്ട്. How much you put as a budget, I paid everything to the diocese. ബഡ്ജറ്റ് പ്രകാരം നിയോഗിച്ചിട്ടുള്ള എല്ലാം ഞാൻ എൻ്റെ ഭദ്രാസനത്തിൽ ചെലവഴിച്ചു. That is financial matter. അത് സാമ്പത്തിക കാര്യങ്ങൾ. Tell me about the spiritual matter. നിങ്ങളെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുക. How many baptisms you have given? നിങ്ങൾ എത്ര മാമോദീസ നടത്തി? When you went, how many members were there? നിങ്ങൾ ചെന്നപ്പോൾ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 63 were there. അപ്പോൾ പറഞ്ഞു 63 പേരുണ്ടായിരുന്നു. Now how many members are there? ഇപ്പോൾ എത്ര മെമ്പർമാരുണ്ട് എന്ന് ചോദിച്ചു. 42 are there. 42 ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. What did you do? നിങ്ങൾ എന്ത് ചെയ്തു? What did you do? നിങ്ങൾ എന്തവിടെ ചെയ്തു? He starts telling. മിണ്ടാതെ നിന്നു. Bishop, some of the members got transferred. ബിഷപ്പ്, ചില ആളുകളൊക്കെ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. Some people are gone to be with the Lord. ചില ആളുകൾ മരണപ്പെട്ടു പോയി. So he starts giving me so many reasons. എനിക്ക് അദ്ദേഹം പലതരത്തിലുള്ള കാരണങ്ങൾ പറയാൻ But finally the outcome is, അതിന്റെ എന്താണ് അവസാനത്തെ ഫലം? the membership has come down. അംഗത്വ സംഖ്യ കീഴ്പോട്ട് പോയി. This is such kind of fellow. ഇതാണ് ആ തരത്തിലുള്ള ഒരു വിളവെടുപ്പ്. You know, God does not want that. ദൈവം അങ്ങനെയുള്ളതല്ല ആഗ്രഹിക്കുന്നത്. Pastors, as a owner, rejoiced. നിങ്ങളാരും സ്വയം സാധാരണയായി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. When that one man said, Master, you gave me 1, I made 10. യജമാനനെ, നീ എനിക്ക് 5 റാത്തൽ തന്നു, ഞാനത് 10 വർദ്ധിപ്പിച്ചു. Pastors, if you can tell that same way. നിങ്ങൾ പാസ്റ്റർമാർ ദയവായി അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ. Bishop, when I went there, there were only 110 families. ബിഷപ്പ് തിരുമേനി, ഞാൻ അവിടെ ചെന്നപ്പോൾ 110 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. In 5 years, I made 250 families. ഞാൻ 5 വർഷം അവിടെ പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ 150 കുടുംബങ്ങളുണ്ട്. What will the bishop say? ബിഷപ്പ് എന്തോ മറുപടി പറയും? What will the bishop say? എന്തായിരിക്കും ബിഷപ്പിന്റെ മറുപടി? What did the owner say? എന്താണ് യജമാനൻ പറഞ്ഞതെന്നറിയാമോ? He will say the same thing. അതുതന്നെ ബിഷപ്പും പറയും. Well done. നന്നായിരിക്കുന്നു. Well done. നീ നന്നായി ചെയ്തു. My good servant. എൻ്റെ പ്രിയപ്പെട്ട ദാസനെ, നീ നന്നായി ചെയ്തു. He doesn't say devil servant.
അപ്പോൾ ഒരിക്കലും സാത്താന്റെ സേവകൻ എന്ന് പറഞ്ഞില്ല. He will not say some other servant. മറ്റാരുടെയെങ്കിലും ദാസൻ എന്ന് പറഞ്ഞില്ല. He will not tell T.T. Praveen servant. ടി പ്രവീൺ സാറിന്റെ സർവന്റ് എന്നാണെന്ന് പറയത്തില്ല. He will not tell Princeton Ben servant. പ്രിൻസ്റ്റൺ സാറിന്റെ അച്ഛന്റെ ദാസനാണെന്ന് പറയില്ല. He will not tell moderator servant. മോഡറേറ്ററുടെ ദാസനാണെന്നും പറയത്തില്ല. He will tell, അവൻ പറയും, well done my servant. നല്ലവനെ, നീ നന്നായി പ്രവർത്തിച്ചു. He says, enter into my kingdom. അവൻ പറഞ്ഞു, നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. You are asking God's kingdom to come. നിങ്ങൾ ദൈവരാജ്യം വരയണമേ എന്ന് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. Are you getting ready to enter into that kingdom? ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ എല്ലാവരും God's തയ്യാറാണ്. kingdom will come. ആ രാജ്യം വരുമ്പോൾ But are you getting ready to enter into that kingdom? നിങ്ങൾ ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ തയ്യാറുള്ളവരാണ്. My dear sister, എൻ്റെ പ്രിയ സഹോദരിമാരെ, you might be a saved daughter of Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒരു മകളായി. But have you saved your husband? Have you saved your husband? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? Can you tell Jesus? കർത്താവായ യേശുക്രിസ്തുവിനോട് എന്ത് Jesus, പറയും? I was the only one in my home as a Christian daughter of yours. ഞാൻ മാത്രമേ എൻ്റെ ഭവനത്തിൽ നിന്റെ My മകളായിട്ടുണ്ടായിരുന്നു. husband was not a born again husband. എൻ്റെ ഭർത്താവ് ഒരു വീണ്ടും ജനിക്കപ്പെട്ട ആളായിരുന്നില്ല. My husband is never a person who came to church. എൻ്റെ ഭർത്താവ് ഒരിക്കലും ദേവാലയത്തിൽ പോയിട്ടുള്ള ആളല്ല. But now എന്നാൽ ഇപ്പോൾ I preach about Jesus to him. ഞാൻ അവനോട് കർത്താവിനെ കുറിച്ച് പറയുന്നു. He accepted him. അവൻ യേശുക്രിസ്തുവിനെ He സ്വീകരിച്ചു. got baptized. അവൻ മാമോദീസ He's കൊണ്ടു. coming to church now. അവനിപ്പോൾ പള്ളിയിൽ വരുന്നുണ്ട്. Sister, daughter, you will enter into the kingdom of God. സഹോദരി, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രവേശിക്കുമ്പോൾ God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. My dear brother, എൻ്റെ പ്രിയപ്പെട്ട is സഹോദരൻ, that the same thing with you tonight? ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അത് തന്നെയാണ് പറയാൻ പോകുന്നത്. His kingdom will surely come. ദൈവരാജ്യം തീർച്ചയായും സ്വാഗതമാകും. But are you getting ready to enter into that kingdom? ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങളെല്ലാം If തയ്യാറെടുത്തവരാണ്. you want to enter into the kingdom, ആ രാജ്യത്തിൽ you should be a പ്രവേശിക്കണമെന്ന് faithful child. നമ്മൾ തീർച്ചയായും വിശ്വസ്തതയുള്ള You should be a ദൈവപുത്രൻ. courageous child. നമ്മൾ നീതിബോധമുള്ളവരായിരിക്കണം. Many times പല പ്രാവശ്യം I need a lot of courage. എനിക്ക് പലപ്പോഴും ധൈര്യം കൂടുതൽ ആവശ്യം തോന്നിയിട്ടുണ്ട്. Oh, many times many people threatened so many times. പല ആളുകൾ പലവട്ടമായി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് കൂടുതൽ But I never stopped going for the Lord's ministry. എന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്ന എൻ്റെ ദൗത്യം ഞാൻ ഒരിക്കലും നിർത്തിയില്ല. There were times when I was sleeping in one place. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഉറങ്ങേണ്ടതായ പല സന്ദർഭങ്ങളിൽ There were about night nearly 6 or 7 gundas came to beat me in the night. 6-7 ഗുണ്ടകൾ എന്നെ ഉപദ്രവിക്കാനായി രാത്രിയിൽ വന്നു. They went around the whole room of mine. ഞാൻ താമസിക്കുന്ന ഇടത്തിന്റെ ചുറ്റുവട്ടത്ത് അവർ കറങ്ങി നടന്നു. Nothing they could do. അവർക്കൊന്നും എന്നെ ചെയ്യാൻ They could കഴിഞ്ഞില്ല. not even knock the door. അവർക്ക് എൻ്റെ വാതിലിൽ മുട്ടാൻ പോലും കഴിഞ്ഞില്ല. How? എന്തുകൊണ്ട്? Because that was God's kingdom. കാരണം അത് ദൈവത്തിന്റെ The രാജ്യമാണ്. room that I was sleeping was God's kingdom. ഞാൻ ഉറങ്ങുന്ന മുറി ദൈവത്തിന്റെ രാജ്യമായി. Nothing could they do. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. Even a time where I was in a great problem. വലിയ പ്രശ്നങ്ങളായ മധ്യത്തിലേക്ക് ഞാൻ പോകുമ്പോഴും They planned in such a cruel way. അവർ വളരെ ക്രൂരമായ രീതിയിൽ പലതും ആസൂത്രണം ചെയ്തു. They thought if we kill him, ഞാൻ അവരെ ബിഷപ്പിനെ കൊല്ലുകയാണെങ്കിൽ we will be caught. ഞങ്ങൾ പിടിക്കപ്പെടും എന്ന് അവർ സ്വയം പറഞ്ഞു. But we will do one thing. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാം. Their master plan was, അവരുടെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത്, my wife always keeps the windows wide open. എൻ്റെ ഭാര്യ എപ്പോഴും കിടക്കുന്ന മുറിയുടെ ജനലുകൾ വിസ്താരത്തിൽ തുറന്നിടും. She loves natural air. പ്രകൃതിയുടെ ഒരു വായു കടന്നു വരാൻ വളരെ ആഗ്രഹിക്കുന്ന പ്രകൃതക്കാരിയാണ്. They planned to throw 2 cobras into my room. എൻ്റെ മുറിയിലേക്ക് 2 വിഷപ്പാമ്പുകളെ വലിച്ചെറിയാൻ അവർ ശ്രമിച്ചു. In the night they wanted to throw 2 cobras into my room. വലിയ മൂർഖൻ പാമ്പുകളെ എൻ്റെ മുറിയിലേക്ക് വലിച്ചെറിയാൻ അവർ ശ്രമിച്ചു. At night when I get up for washroom, ഞാൻ എൻ്റെ കുളിമുറിയിൽ ശുചിമുറിയിലേക്ക് നടന്ന് രാത്രിയിൽ പോയപ്പോൾ they thought definitely I would put my feet on one of the snakes. തീർച്ചയായും ഞാൻ ആ മൂർഖനെ ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. And the snakes would bite me. ആ മൂർഖൻ തീർച്ചയായും എന്നെ കടിക്കും.
But nothing they could do. എന്നാൽ അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. Nothing they could do. അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Because it's God's kingdom. കാരണം അത് ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു. Night before we sleep, ഉറങ്ങുന്നതിന് മുൻപായി my wife and myself, ഞാൻ പ്രാർത്ഥിച്ചു. we pray. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. Lord Jesus, കർത്താവായ യേശു ക്രിസ്തുവേ, keep us in your arms tonight. ഇന്ന് ആ തരത്തിൽ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കണം. As a mothers keep that little child in the arms. അമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ, Jesus, you are my mother. യേശു ക്രിസ്തു, നീ എൻ്റെ അമ്മയാണ്, You are my father. നീ എൻ്റെ പിതാവാണ്. Keep us in your arms. നിന്റെ കൈകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. Today nothing could do. ഇന്ന് യാതൊന്നും സംഭവിക്കില്ല. Nobody could do anything. മറ്റാർക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. But I can only see that day to day God is blessing me. ദൈവം ആ തരത്തിൽ നമ്മെ സന്ദർഭങ്ങളിൽ അനുഗ്രഹിക്കുന്ന ദൈവമായി. Day to day I keep growing and being blessed by the Lord. ദിവസം തോറും ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. Because I live in God's kingdom. ഞാൻ കർത്താവിനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. If you live in God's kingdom, നിങ്ങൾ ദൈവരാജ്യത്തിൽ വസിക്കുന്നുവെങ്കിൽ no amount of corruption could corrupt me. യാതൊരു തരത്തിലുള്ള അഴിമതിയും നിങ്ങളെ അഴിമതിക്കാരാക്കുകയില്ല. Many people come with crores of rupees to me. ധാരാളം ആളുകൾ കോടിക്കണക്കിന് രൂപയുമായി ബിഷപ്പിന്റെ അടുത്ത് Many ചെല്ലാറുണ്ട്. people come with lakhs of rupees to me. ലക്ഷക്കണക്കിന് രൂപയുമായി ഈ ബിഷപ്പിന്റെ അടുത്ത് പലരും ചെല്ലാറുണ്ട്. In an overnight you can become a millionaire. ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ലക്ഷാധിപതിയാകാൻ കഴിയും. If you corrupt your hands. നിങ്ങളുടെ കൈകൾ അഴിമതിയിൽ മുക്കിയാൽ, If you kill your conscience. നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾ കൊന്നാൽ, If you throw Jesus out of your life. യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ. But my dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, when you live in the kingdom of God, ദൈവരാജ്യത്തിൽ നാം വസിക്കുമ്പോൾ no amount can corrupt you. ഒരു സംഖ്യയും നമ്മളെ അഴിമതി ആക്കാനാക്കില്ല. Nobody can tempt you. ആർക്കും നിങ്ങളെ പരീക്ഷിക്കാൻ സാധ്യമല്ല. Why I was not tempted when people offered me crores of rupees? എനിക്ക് കോടിക്കണക്കിന് രൂപ തന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ല? People who bring money to me. ആളുകൾ എൻ്റെ അടുത്തേക്ക് പണവുമായി വന്നു. Moderator, please take this. തിരുമേനി, ഈ പണം എടുക്കണമേ, Please take this. ദയവായി ഈ പണം And സ്വീകരിക്കും. please do this favor. അത് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്യണം. I tell them, ഞാൻ അവരോട് പറയും, my dear brother, എൻ്റെ പ്രിയ സഹോദര, you may not know one thing. നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞുകൂടാ. Before you could buy me with your money, നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നതിന് മുൻപ് my Jesus Christ bought me with his precious blood. എൻ്റെ യേശു ക്രിസ്തു അവൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. Your money is not greater than the blood of Jesus. നിന്റെ പണം എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല. Your money is nothing for me. നിന്റെ പണം എനിക്ക് ഒന്നുമല്ല. Because the blood of Jesus is great for me. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് വിലപ്പെട്ടത്. He bought me with this precious blood. ഈ ഒരു വളരെ വിലപിടിപ്പുള്ളതായ രക്തത്താൽ എന്നെ വില കൊടുത്ത് വാങ്ങി. I could consecrate 9 bishops. എനിക്ക് 9 ബിഷപ്പന്മാരെ അഭിഷിക്തരാക്കാൻ In a കഴിയും. span of 3 months. 3 മാസത്തിനിടയിൽ. In the history of Church of South India. CSI സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി. No moderator could do that in 3 months, 9 bishops. 3 മാസത്തിനുള്ളിൽ 9 ബിഷപ്പന്മാരെ അവരോധിക്കാനായി കഴിഞ്ഞു. But I can boldly tell you, എനിക്ക് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും, I didn't even take a chocolate from them. ഞാൻ അവരിൽ നിന്ന് ഒരു മുട്ടായി പോലും വാങ്ങിയിട്ടില്ല. Because എന്തുകൊണ്ടെന്നാൽ Jesus loves me. കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. And I love Jesus. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. If you are in the kingdom of God, നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിലാണെങ്കിൽ you will only love Jesus. നിങ്ങൾ കർത്താവിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുകയില്ല. You will never love anything in this world. നിങ്ങൾ ഈ ലോകത്തിലുള്ള മറ്റൊന്നിനെയും സ്നേഹിക്കുകയില്ല. If you are in the kingdom of God, നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ you live with a vision to live for Jesus. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ ദർശനത്തോടുകൂടി Tonight ജീവിക്കും. you like to enter into the kingdom of God. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Not only to ask God, let thy kingdom come.
നിന്റെ രാജ്യം വരയണമേ എന്ന് മാത്രമല്ല You പ്രാർത്ഥിക്കുന്നത്. might have prayed for years and years, let thy kingdom come. അനേക വർഷങ്ങളായി നിന്റെ രാജ്യം വരയണമേ എന്ന് നാം പ്രാർത്ഥിച്ചവരാണ്. But tonight, ഇന്ന് രാത്രിയിൽ the Lord wants you to be part of into that kingdom. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിന്റെ അംശികളാകാൻ May ആഗ്രഹിക്കുന്നു. God bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും My dear അനുഗ്രഹിക്കട്ടെ. brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, I want that tonight to be a night where you should not be like the fellow who took 1 dinar and just gave back to the owner. ഇന്ന് രാത്രിയിൽ എന്റെ മുൻപിലിരിക്കുന്ന ആളുകൾ ഒരു റാത്തൽ കൊണ്ട് വാങ്ങിയവനെ പോലെ, 3 ദാസന്മാരിൽ ഒരു റാത്തൽ മാത്രം കിട്ടിയ മൂന്നാമനെ പോലെ ആകാതെ, തിരശീല അല്ലെങ്കിൽ അവന്റെ കീറ്റുശീലയിൽ പൊതിഞ്ഞു വെച്ച ആ ദാസനെ പോലെ ആകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Why that fellow could not do anything? എന്തുകൊണ്ടാണ് ആ മൂന്നാമത്തെ ദാസൻ ഒന്നും ചെയ്യാൻ കഴിയാതെ Why പോയത്? he did not work hard? അവൻ എന്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തില്ല? He was a lazy fellow. അവനൊരു വളരെ അലസനായവനായിരുന്നു. Many lazy pastors cannot win many people for the Lord. അലസരായിട്ടുള്ള പാസ്റ്റർമാർക്ക് ആരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ Many lazy pastors cannot win more members for the Lord. അലസന്മാരായിട്ടുള്ള പാസ്റ്റർമാർക്കായി പുതിയ ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ Or they സാധ്യമല്ല. go back to another place with the same number of members. അതേ സംഖ്യയുമുള്ള വിശ്വാസികളുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. If you really want to become part of the kingdom of God, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അംശികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, try to win people for the Lord. നാം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, If you are given 3 villages, നിങ്ങൾക്ക് 3 ഗ്രാമങ്ങൾ തരുന്നെങ്കിൽ make it 4 villages. നിങ്ങളത് 4 ഗ്രാമങ്ങളായി Make വർദ്ധിപ്പിക്കണം. it 5 villages. നിങ്ങളത് 5 ഗ്രാമങ്ങളാക്കണം. God will bless you. ദൈവം നിങ്ങളെ He അനുഗ്രഹിക്കും. will say, ദൈവം പറയും, well done my servant. എൻ്റെ ദാസനെ നീ നന്നായി ചെയ്തു. But this one fellow, എന്നാൽ ഈ 3-ൽ ഒരു ദാസൻ, he tied it in a kerchief. അവനൊരു തൂവാലയിൽ അവൻ ആ ഒരു റാത്തൽ പൊതിഞ്ഞു വെച്ചു. He is a very timid fellow. അവനൊരു നാണം കുടുങ്ങിയായ അലസനായ He is മനുഷ്യൻ. not a courageous fellow. അവന് ധൈര്യശാലിയായിരുന്നില്ല. He is a selfish fellow. അവനൊരു സ്വാർത്ഥനായിരുന്നു. He didn't want to do anything for his master. അവൻ അവന്റെ യജമാനന് വേണ്ടി ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചില്ല. Tonight I am asking you, what did you do for your Jesus? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? Having lived for so many years, what did you do for your family? നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിക്കുന്നല്ലോ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു? Is there anything that you can say, this is what I did for Jesus? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഇത് ഞാൻ ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Is somebody there tonight can say, Jesus, I have done this for you? ഇന്ന് രാത്രിയിൽ ഇവിടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ, കർത്താവേ ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു? I'll tell you a small story and I'll finish it. ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. There was one atheist family ഒരു നിരീശ്വരവാദിയുടെ കുടുംബമുണ്ടായിരുന്നു. who do not believe in Jesus Christ. അവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. The mother and father never believed in Jesus. അമ്മയും അച്ഛനും ഒരിക്കലും കർത്താവിൽ വിശ്വസിച്ചില്ല. After their marriage, for some years, they did not get children. അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. After so many years, they were blessed with a daughter. കുറെ വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മകൾ ജനിച്ചു. The day the daughter was born, ആ മകൾ ജനിച്ച ദിവസം you know what did the parents do? ആ മാതാപിതാക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? They took the little girl in their hands ആ ചെറിയ കുട്ടിയെ കയ്യിലെടുത്തു. and they promised each other, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദത്തം ചെയ്തു. as long as this girl is with us, ഈ കൊച്ചു മകൾ നമ്മോടൊപ്പം ആയിരിക്കുന്നിടത്തോളം കാലം we'll bring this girl up without hearing Jesus the name. യേശുക്രിസ്തുവിന്റെ നാമം കേൾക്കാതെ ഈ കുട്ടിയെ ഞങ്ങൾ വളർത്തും. Never this girl should hear about Jesus. ഈ മകൾ ഒരിക്കലും യേശുനാമം കേൾക്കാൻ Even പാടില്ല. this girl should not hear about Jesus songs or Bible. യേശുക്രിസ്തുവിന്റെ ഉത്തരങ്ങൾ ഒന്നും തന്നെ കേൾക്കാൻ ഇവൾക്ക് ഇടയാകരുത്. So they did not send the girl to school. അവൾ കുട്ടിയെ ഈ സ്കൂളിൽ പോലും അയച്ചില്ല. They did not send her outside to play with the friends. അവളുടെ കൂട്ടുകാരികളുമായി കളിക്കാൻ പോലും അവളെ They അനുവദിച്ചു. were bringing up the girl in the house itself. ആ വീട്ടിൽ തന്നെ ഈ മകളെ വളർത്തി. One day when she grew up young, അവൾ ഒരു യുവതി പ്രായത്തിലെത്തിയപ്പോൾ these parents have a bad habit. ഈ രക്ഷകർത്താക്കൾ ഒന്നും അറിഞ്ഞില്ല. Once evening comes, ഒരു വൈകുന്നേരമായപ്പോൾ they have a bad habit of drinking alcohol. അവർ മദ്യം സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I don't know how many of you have that. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്ര പേര് ചെയ്യുന്നു. But these parents had. ഈ രക്ഷിതാക്കൾ അത് ചെയ്തു. And one day when they were drinking,
ഒരു ദിവസം അവരിങ്ങനെ They മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ wanted to drink more alcohol, അവർ കൂടുതൽ മദ്യം കഴിക്കാൻ തുടങ്ങി. but the alcohol got over. The alcohol finished. ആ മദ്യം അവസാനം കഴിച്ച് തീർന്നുപോയി. But they were longing to drink more. അവർക്ക് കൂടുതൽ കുടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. They were not able to walk to the shop. അവർക്ക് കടയിലേക്ക് പോയി വാങ്ങാൻ കഴിഞ്ഞില്ല. They called the young daughter. അവരുടെ സ്വന്തം They told the daughter, മകളെ വിളിച്ചു പറഞ്ഞു, daughter, മകളെ, you know, every day when we are coming from shopping, we stop at that corner, and I used to go out and come from that shop. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് നിർത്തി ഒരു കടയിൽ കയറുന്നത് നീ കണ്ടിട്ടില്ലേ? Please go to that shop. നീ ആ കടയിൽ പോകണം. And the father and mother gave the cardboard, the cover of that alcohol bottle. ഈ മാതാപിതാക്കൾ ഈ കുട്ടിക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച മദ്യത്തിൻ്റെ പുറത്തെ കവറ് ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു. Get this for us. ഈ സാധനം നീ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. The girl felt so happy. ആ മകൾക്ക് വലിയ സന്തോഷം. First time in my life I'm going alone. ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. First time in my life. എൻ്റെ ജീവിതത്തിൽ ആദ്യം. She didn't know where she was going. അവൾക്ക് അറിഞ്ഞുകൂടാ അവൾ എവിടെയാ പോകുന്നത്. And unexpectedly she entered into a street where there was a church. വളരെ അപ്രതീക്ഷിതമായി ഒരു തെരുവിലേക്ക് അവൾ പ്രവേശിച്ചു. This girl did not know that was a church. അതൊരു പള്ളിയാണ് എന്ന് ഈ കുട്ടി അറിഞ്ഞില്ല. There were loud people were singing with joy. ആ ദേവാലയത്തിൽ ആളുകൾ സന്തോഷ ഗീതങ്ങൾ പാടി, ഒന്നാന്തരം പാട്ടുകൾ. Oh, this girl thought, ആ പെൺകുട്ടി വിചാരിച്ചു, never in my house this kind of joy was there. എൻ്റെ ഭവനത്തിൽ ഒരിക്കലും ഈ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. No music in my house. എൻ്റെ വീട്ടിൽ ഗീതങ്ങളില്ല. No singing in my house. ഗാനങ്ങൾ എൻ്റെ വീട്ടിലില്ല. No clapping in my house. എൻ്റെ കയ്യടിയില്ല. How come this house is filled with joy? എങ്ങനെ ഈ ഭവനം ഇത്രയും വലിയ സന്തോഷം കൊണ്ട് നിറയുന്നു? She went near the church. ആ ദേവാലയത്തിനടുത്തേക്ക് ആ കുട്ടി പോയി. She sat near the steps. ആ പടിയിൽ, ആ ദേവാലയത്തിന്റെ പടിയിലിരുന്നു. And the pastor was preaching about the love of Jesus. അവിടുത്തെ പാസ്റ്റർ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. The way Jesus died on the cross for your salvation. നിന്റെ രക്ഷയ്ക്കായി യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി. Because of his death, how today we are enjoying our life. അവന്റെ മരണത്താൽ നാം എല്ലാവരും ജീവിതം ആസ്വദിക്കുക. He was telling that Jesus died for you. കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. The service was over. പ്രസംഗം കഴിഞ്ഞപ്പോൾ all the members were leaving. എല്ലാ ആളുകളും പോകാൻ തുടങ്ങി. This little girl was sitting at the steps and crying. ഈ പെൺകുട്ടി ആ പടിക്കൽ ഇരുന്നുകൊണ്ട് കരയുകയാണ്. The pastor came finally. ആ പാസ്റ്റർ അവസാനം പുറത്തേക്ക് വന്നു. He saw this girl crying. ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. The pastor asked, ആ പാസ്റ്റർ ചോദിച്ചു, daughter, why are you crying? എന്താ മകളെ നീ കരയുന്നത്? Why are you crying? എന്താ നീ കരയുന്നത്? She said, uncle, അവൾ പറഞ്ഞു, അങ്കിളെ, please show me that Jesus ആ കർത്താവിനെ എന്നെ ഒന്ന് കാട്ടിത്തരുമോ? who died for me. എനിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്. I want to see him. എനിക്ക് അവനെ കാണണം. Where is he? അവൻ എവിടെയുണ്ട്? Where did you keep him? എവിടെയാണ് നീ അവനെ സൂക്ഷിക്കുന്നത്? I want to say thank you to him. എനിക്ക് അവനോട് നന്ദി എന്ന് പറയണം. I want to say I love him. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് അവനോട് പറയണം. Please show him how he looks like. എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്നെ കാട്ടിത്തരണം. I don't know how he looks like. അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Pastor took the little girl into the church. ആ പാസ്റ്റർ ആ ചെറിയ പെൺകുട്ടിയെ പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. This little girl thanked the Lord. ആ ചെറിയ കുട്ടി ദൈവത്തെ സ്തുതിച്ചു. She hugged the picture of Jesus. ആ യേശുക്രിസ്തുവിന്റെ ചിത്രത്തെ കെട്ടിപ്പിടിച്ചു. She cried and cried. അവള് നിരന്തരമായി കരഞ്ഞു. She said, thank you Jesus for dying. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനായി നിനക്ക് നന്ദി. What a lovely Jesus you are. എത്ര മനോഹരമായ I യേശുക്രിസ്തു. accept you as my Lord. എൻ്റെ കർത്താവായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. Oh, this daughter, she ran to home. അവൾ പെട്ടെന്ന് ഇത് പറഞ്ഞതിന് ശേഷം അവളുടെ ഭവനത്തിലേക്ക് ഓടിപ്പോയി. ran to home. അവളുടെ കുടുംബത്തിലേക്ക് ഓടിപ്പോയി. Soon after entering into the house, അവൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ she cried out, she shouted, അവൾ ഉച്ചത്തിൽ കലറി, Daddy, അപ്പാ, I accept Jesus as my savior. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. Jesus as my savior. ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. My dear brothers and sisters, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി what സഹോദരൻ, did the mother and father do? എന്താണ് ആ മാതാപിതാക്കൾ ചെയ്തതെന്നറിയാമോ? What they thought should not happen, അവരെ ആഗ്രഹിക്കാത്തത് സംഭവിച്ചു. that has happened.
അത് സംഭവിച്ചു. In that fully drunken stage, ആ പൂർണ്ണമായി മദ്യപിച്ചിരുന്ന ആ they മാതാപിതാ took a hunter അവർ കൈകളെടുത്തു and they started whipping that girl. ആ കുട്ടിയെ ഒരു വടിയെടുത്ത് അടിക്കാൻ തുടങ്ങി. And that hunter had a small hook at the edge of the hunter. ആ വടിയുടെ അറ്റത്തൊരു ചെറിയ കൊളുത്ത് പോലെ ഒരു സാധനം The ഉണ്ടായി. moment the hunter edge was on the body of the little girl, ആ ചെറിയ കുട്ടിയുടെ ശരീരത്തിനകത്തേക്ക് അത് തുളച്ചു കയറി. it was come, her flesh was coming out. അവളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അത് തോണ്ടിയെടുത്തു. They hit the girl അവളെ ക്രൂരമായി മർദ്ദിച്ചു. until they were tired. അവൾ ഒരുപാട് വേദന അനുഭവിച്ചു. And in the drunken mood they went to bed. അവർ ആ മദ്യപിച്ച അവസ്ഥയിൽ കിടക്കാൻ Morning പോയി. they got up. രാവിലെ എഴുന്നേറ്റു. They saw the daughter in a blood pool. ആ മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അവർ കണ്ടു. Oh, they lifted the daughter and put on the bed. ആ മകളെ കോരിയെടുത്ത് കിടക്കയിൽ കിടത്തി. Called the doctor. ആ ഡോക്ടറെ വിളിച്ചു. Doctor came and saw the little girl. ഡോക്ടർ വന്ന് ആ കുട്ടിയെ പരിശോധിച്ചു. The doctor said, ആ ഡോക്ടർ പറഞ്ഞു, nobody can save this daughter now. ഈ മകളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. All the blood that has to be in the body, it has been oozed now. അവളുടെ ശരീരത്തിലുള്ള രക്തം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. She has no blood in her body. അവളുടെ ശരീരത്തിൽ ഒരു തുള്ളി She is രക്തവുമില്ല. going to die in a very short time. ഉടനെ തന്നെ അവൾ മരിക്കാൻ പോവുകയാണ്. Whatever you want to do, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ you do for your daughter. നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ മകൾക്ക് ചെയ്യാൻ കഴിയുമോ? And the little daughter ആ was on the bed. ആ ചെറിയ മകൾ കിടക്കയിൽ കിടന്നുകൊണ്ട് Mother went to the daughter അമ്മ മകളുടെ അടുത്തേക്ക് പോയി. and she said, അമ്മ പറഞ്ഞു, daughter, മകളെ, what should I do for you? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? What can I do for you? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? The little daughter said, ആ ചെറിയ കുട്ടി പറഞ്ഞു, Mommy, മമ്മി, I want two things. എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം. I want two things. എനിക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. I know I'm going to die എനിക്കറിയാം ഞാൻ മരിക്കാൻ പോവുകയാണ്. and I'm going to be with Jesus. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ചേരാൻ പോവുകയാണ്. But I want two things from you. എനിക്ക് നിന്നിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ Give സാധിക്കും. me the frock that I wore last night. Give me the frock that I wore last ഞാൻ night. ഇന്നലെ രാത്രിയിൽ ധരിച്ചതായിട്ടുള്ള എൻ്റെ വസ്ത്രം എനിക്ക് തരണം. And എൻ്റെ give me a ഉടുപ്പ് scissors. എനിക്ക് എന്നിട്ട് ഒരു കത്രികയും തരണം. Mother asked, അമ്മ പറഞ്ഞു, daughter, മകളെ, morning we got up. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. We were busy running for you. ഞങ്ങൾ നിനക്ക് വേണ്ടി തിരക്ക് പിടിച്ച് ഓടി That നടക്കുക. frock that you wore last night കഴിഞ്ഞ രാത്രി നീ is ധരിച്ച ഉടുപ്പ് full of blood. അത് മുഴുവൻ രക്തത്തിൽ Full കുളിച്ചു. of blood. അത് മുഴുവൻ രക്തത്തിലാണ്. I could not even wash your frock. ആ ഉടുപ്പ് ശരിക്ക് കഴുകാൻ കഴിഞ്ഞില്ല. The little daughter said, ആ മകൾ പറഞ്ഞു, Mommy, അമ്മ, Amma, thank you for not washing it. അത് കഴുകാതിരിക്കുന്നതിൽ നിനക്ക് നന്ദി. Please give me that frock. എനിക്ക് ആ ഉടുപ്പ് തന്നെ തരണം. As it was the last wish of the daughter, അത് അവളുടെ അവസാനത്തെ ആഗ്രഹമെന്ന രീതി the mother gave the frock, അമ്മ ആ ഉടുപ്പ് കൊടുത്തു. gave the scissors. ഒരു കത്രിക കൊടുത്തു. With the last least strength the girl had, ആ അവസാനത്തെ ആഗ്രഹം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. she took the piece on which her blood was fully clotted. ആ രക്തം മുഴുവൻ ഒലിച്ചു പോകുന്നത് അവളുടെ മധ്യത്തിൽ She cut that piece with the scissors. ആ രക്തം മുങ്ങിയിരുന്ന ഭാഗം അവൾ മുറിച്ചെടുത്തു. She held that in her arms. അവളുടെ കയ്യിൽ ആ തുണിക്കഷണം എടുത്തു. Mother asked, ചോദിച്ചു, why daughter? മോളെ, നീ എന്തിനാ Why are എടുക്കുന്നു? you holding this? നീ എന്തിനാണ് കയ്യിലത് വെച്ചിരിക്കുന്നത്? The little daughter said, ആ ചെറിയ മകൾ പറഞ്ഞു, Mommy, I'm going to be with Jesus. മമ്മി, ഞാൻ I'm യേശുക്രിസ്തുവിനോട് going to പോകുന്നു. see Jesus. എനിക്ക് യേശുക്രിസ്തുവിനെ കാണാൻ പോവുകയാണ്. When I go to Jesus, ഞാൻ ക്രിസ്തുവിലേക്ക് I പോകുമ്പോൾ will tell Jesus, ഞാൻ യേശുവിനോട് പറയും, Jesus, you shed so much blood for me. കർത്താവേ, നീ എനിക്ക് വേണ്ടി ഇത്രയേറെ രക്തം ചൊരിഞ്ഞല്ലോ. Jesus, I shed this blood for you. ഈ രക്തവും ഞാൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞതാണ് എന്ന് തുണികൾ. Jesus, I shed this blood for you. കർത്താവേ, ഈ രക്തം ഞാൻ ചൊരിഞ്ഞതാണ്. In that kingdom, ആ രാജ്യത്തിലേക്ക്, in ദൈവരാജ്യത്തിലേക്ക് that പ്രവേശിച്ചു God's kingdom, ആഗ്രഹിക്കുന്നു പോകാനായി. the little girl had something to show. ആ ചെറിയ മകൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു. In this God's kingdom, ഈ ദിവസം do you have something to show? നിങ്ങൾക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് എന്തുണ്ട്? Can you say something? യേശുക്രിസ്തുവിനോട് എന്ത് പറയും? May the good Lord give you all that privilege. എല്ലാ അവകാശങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തരും എന്ന് വിശ്വസിക്കണം. Not only asking thy kingdom come,
നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, but Lord, help me to be in that kingdom. എന്നാൽ നിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ നീ God സഹായിക്കണം. bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.